ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. ഫിലിപ്പാണ്. ഇന്ന് നമുക്ക് സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ എങ്ങനെ ടെക്സ്റ്റേഴ്സ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് മായയിലോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് അറിയാം. ഓക്കെ, സോ സബ്സ്റ്റൻസ് പെയിൻറ്റർ നമുക്ക് ഓപ്പൺ ആയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഓൾറെഡി ബേക്ക്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. നേരെ ഫയലിൽ പോവുക, എക്സ്പോർട്ട് ടെക്സ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എക്സ്പോർട്ട് ടെക്സ്റ്റേഴ്സിൻ്റെ ഒരു മെനു വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം ഔട്ട്പുട്ട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഔട്ട്പുട്ട് ടെംപ്ലേറ്റ്സിൽ പോയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അർണോൾഡ് AI സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മൾ മായയിൽ ചെന്ന് കഴിഞ്ഞാൽ മായയിൽ നമ്മുടെ 3D മോഡലിൽ ടെക്സ്ചേഴ്സ് അപ്ലൈ ചെയ്യേണ്ട 3D മോഡലിൽ AI സ്റ്റാൻഡേർഡ് സർഫസിൻ്റെ, അർണോൾഡിൻ്റെ AI സ്റ്റാൻഡേർഡ് സർഫസിൻ്റെ ഷെയ്ഡർ ആയിരിക്കണം അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിലോട്ട് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞത്. മായയാണ് ഔട്ട്പുട്ട് ടെംപ്ലേറ്റ്. മായയിലോട്ട് അസോസിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു ഷെയ്ഡർ എന്ന് പറയുന്നത് അർണോൾഡ് AI സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ടാണ് കമ്പാറ്റബിലിറ്റി കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അർണോൾഡ് AI സ്റ്റാൻഡേർഡ് പറഞ്ഞേക്കുന്നത്. ഉണ്ടോ, സ്പെസിഫൈസ് വിച്ച് ഔട്ട്പുട്ട് മാപ്സ് to create along with their respective file type, bit depth and dithering settings. Customize your own in the output templates tab. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഔട്ട്പുട്ട് ഡയറക്ടറി ഉണ്ട്. ഔട്ട്പുട്ട് ഡയറക്ടറി നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഞാനിപ്പോൾ തൽക്കാലം ഒരു ചെറിയൊരു ഫോൾഡർ കൊടുക്കുകയാണ്. ന്യൂ ഫോൾഡറായിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. സെലക്ട് ഫോൾഡർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാത്ത് ചേഞ്ച് ആയിട്ടുണ്ട്, നമുക്ക് കാണാം. ഓക്കെ, ആൻഡ് നൗ പാഡിങ്ങിൽ വരിക. അവിടെ ചെയ്യേണ്ട കാര്യം ഡയലേഷൻ പ്ലസ് ട്രാൻസ്പെറൻറ്റ് കൊടുത്തു. ഇനി എന്താ, നമുക്ക് എക്സ്പോർട്ട് ഓപ്ഷൻ കൊടുക്കാം. എക്സ്പോർട്ട്. അപ്പോൾ നമുക്ക് കാണാം എല്ലാ ടെക്സ്റ്റേഴ്സും എക്സ്പോർട്ടായി. ഓക്കെ, ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്പൺ ഔട്ട്പുട്ട് ഡയറക്ടറി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് കാണാം നമ്മൾ കൊടുത്ത പാത്തിലോട്ട് ടെക്സ്റ്റ് എന്നുള്ളൊരു ഫോൾഡറിലോട്ട് ടെക്സ്റ്റേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇൻക്ലൂഡിങ് ആ ഒരു ഓവർകോട്ട് ജാക്കറ്റിൻ്റെ ആ ഒരു ടെക്സ്റ്റേഴ്സ് എല്ലാം കയറി വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമുക്ക് ഒരു സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റേഴ്സ് എക്സ്പോർട്ട് ചെയ്ത് മായയിലോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിൽ ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.